ശബരിമലയിലെ വരുമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്ത് 440 കോടി രൂപ വരുമാനമായി ലഭിച്ചുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 80 കോടി രൂപയുടെ വർധനവാണ് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. വരുമാനം 1/4 കോടി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇക്കുറി 6 ലക്ഷം ഭക്തർ അധികമായി എത്തിയതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അന്തിമ വരുമാനം കണക്കുകൾ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ലഭ്യമായ വിവരം. നിലവിൽ സന്നിധാനത്തെ വരുമാനം മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ കണക്കുകൾ കൂടി ഇനി കിട്ടാനുമുണ്ട്. അവ എണ്ണി തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 18ാം പടിയിൽ കഴിഞ്ഞ തവണ 1 മിനിറ്റിൽ 65 പേരെയാണ് കടത്തിവിട്ടത്. എന്നാൽ ഇത്തവണ അത് 90 പേരായി ഉയർത്തിയിരിക്കുന്നു. ഇതാണ് ഭക്തരുടെ എണ്ണത്തിൽ ഇത്രത്തോളം വർധന ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണമായി കണക്കാക്കുന്നത്. പരിചയസമ്പന്നരായ പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനാൽ തിരക്ക് ഫലപ്രദമായി തന്നെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്തു. അടുത്ത തീർത്ഥാടന കാലത്ത് ഡോളി സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കാൻ ആലോചിക്കുന്നതായും റോപ്പ് വേയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ ശിലാസ്ഥാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. BOT മാതൃകയിലാണ് നിർമ്മാണം നടത്തുക. 1.5 വർഷമാണ് നിർമ്മാണത്തിനായി കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഈ സീസൺ ശബരിമല സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന് അകത്തും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും കാര്യമായ പരാതികൾ ഇല്ലാതെ തന്നെ ഇത്തവണത്തെ തീർത്ഥാടനം നടന്നുവെന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇടക്കാലത്ത് കോവിഡ് വ്യാപനം മൂലം ശബരിമലയിലെ ഭക്തജന പ്രവാഹത്തിലുണ്ടായ ഇടിവ് ഇക്കുറി മറികടക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വരുമാനത്തിലും വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയത്. 53 ലക്ഷം തീർത്ഥാടകർ ഈ സീസണിൽ മാത്രം മല ചവിട്ടി എന്നാണ് കണക്കാക്കുന്നത്. 10 ലക്ഷം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്തിയത്.